ഹലോ. അപ്പം ഇന്ന് നമുക്ക് കയ്പില്ലാതെ എങ്ങനെ കയ്പങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കിയാലോ. പിന്നെ കുറച്ച് കയ്പൊന്നും ഇല്ലാതിരിക്കില്ല കേട്ടോ, എൻ്റെ പേര് തന്നെ കയ്പങ്ങ എന്നല്ലേ. അപ്പോൾ ഇതാ ചട്ടി അടുപ്പത്ത് വെക്കുക, ഒന്ന് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കുക. ചൂടാകുമ്പോഴേ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. സവാളയുടെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്ര കയ്പങ്ങയാണ് എടുക്കുന്നത് അത്രയും സവാള എടുക്കണേ. അപ്പോഴേ നമുക്ക് കയ്പില്ലാതെ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്പ് ടേസ്റ്റാവും മുന്നിൽ നിൽക്കുക. അപ്പോൾ ഞാനിവിടെ 2 കയ്പങ്ങയാണ് എടുത്തുള്ളത്. അപ്പോൾ 2 സവാള എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. വീണ്ടും ഒന്ന് തുറന്നെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. നേരത്തെ ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഈ ടൈമിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കയ്പങ്ങ കൂടെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വാടി കിട്ടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഈ കയ്പങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും എനിക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചൊന്ന് വേവിച്ചിട്ടെടുക്കുക. ഈ ഉള്ളിയിലെ വെള്ളവും ആ പാവയ്ക്കയിലെ വെള്ളവും കൂടെ ഇറങ്ങിയിട്ട് തന്നെ അത് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒന്നായിട്ടേ ഉള്ളൂ, ഒന്നും കൂടെ വെന്ത് കിട്ടണം. അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കുക. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വെച്ചാൽ മതി. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്പില്ലാത്ത കയ്പങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്.